ഇത് കണ്ടോ, ഇത് കാബേജ് തോരൻ. കണ്ടോ, ഇതിൽ ഇപ്പോൾ ഒട്ടും പിടിക്കുന്നില്ല. കണ്ടോ, ഒട്ടും പിടിക്കുന്നില്ല. ഇതിൽ നമ്മൾ അരി പിടിക്കുന്നേ ഇല്ല. ഇത് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു കൊല്ലത്തോളം ഞാനിത് ഉപയോഗിക്കാതിരുന്നു. കാരണം ഒരു സാധനം ഉണ്ടാക്കാൻ നോക്കിയില്ല, അപ്പം അതിൻ്റെ അടി പിടിക്കും. അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബ്ലോഗ് കണ്ടതാണ് കേട്ടോ. ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ. ഒരു ബ്ലോഗ് ഞാൻ കണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രത്തിൽ ആദ്യം തന്നെ നല്ലോണം തേച്ചരച്ച് കഴുകി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ എണ്ണ എന്തെങ്കിലും ഒരു ഓയിൽ നല്ലോണം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. നല്ലോണം ചൂടാക്കി കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴുകി കളയാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം തേച്ചരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഒരു സവാള എടുത്തിട്ട് ഫോർക്ക് കൊണ്ട് എന്നുണ്ടെങ്കിൽ കുത്തിയിട്ട് നന്നായി ഉരയ്ക്കുക. അതിലുരച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉപ്പിടുക. ഉപ്പ് കല്ലുപ്പോ ചെറിയ ഉപ്പോ എന്ത് ഉപ്പായാലും മറ്റേ സോൾട്ടാ എന്ത് ടേബിൾ സോൾട്ടോ എന്തായാലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് അതിൽ തേച്ച് പിടിപ്പിക്കുക. ആ പാത്രത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, അത് ചൂടാക്കുക, വീണ്ടും കളയുക. അതിന് ശേഷം നമ്മൾ പുളി ഇത്തിരി കൂടുതൽ വാളംപുളിയില്ലേ, വാളംപുളി നന്നായിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ആകെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അത് തണുത്തതിന് ശേഷം വീണ്ടും കഴുകി കളയുക. അതിന് ശേഷം പിന്നെ ഒന്നുകൂടി എണ്ണ പരട്ടിയതിന് ശേഷം ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ദോശ ചുട്ട് നോക്കുക. ചെറിയ ദോശ ആദ്യം ഒഴിച്ചൊഴിച്ച് ചുട്ട് നോക്കുക. ചുട്ട് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഓക്കെ ആയി. അഥവാ ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പുളിവെള്ളം ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും ഒന്നും കൂടി തിളപ്പിച്ച് നന്നായി വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എണ്ണ അത് പറ്റി കഴിഞ്ഞ് ദോശ ഉണ്ടാക്കിയാൽ അടിപൊളി ദോശ കിട്ടും, ഞാൻ ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ദോശക്കല്ലാണിത്. ഞാനിത് ഉപയോഗിച്ചിട്ട് 20 വർഷത്തോളം ഞാനിത് ഉപയോഗിക്കാതെ വെച്ചു. കാരണം ഇതിലുണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടി പിടിച്ചിട്ട് പിന്നെ നമ്മൾ കഷ്ടപ്പെടണം. വല്ല പിക്കാസ് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ദോശ മാറ്റി കിട്ടാൻ. അതും ഇതേമാതിരി തന്നെ ഈ മെത്തേഡിൽ തന്നെ ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇതിലെനിക്ക് അടിപൊളി ദോശ ഉണ്ടാക്കാൻ പറ്റും. ദോശയോ ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. അതേമാതിരി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് ചെയ്ത് അറിയിക്കണേ. ഞാൻ തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമല്ല, അത് 100% എനിക്ക് സക്സസ് ആയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണേ.